Hello friends, I am Tulasi. Welcome to fourth dimension. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, അതിൻ്റെ ക്യാരക്ടേഴ്സൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മോഷനെ കണക്ട് ചെയ്യുന്ന മറ്റ് ചില ടേംസാണ് നമുക്ക് ഇന്ന് പഠിക്കേണ്ടത്. വെലോസിറ്റി, സ്പീഡ്, ആക്സലറേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ മെയിനായിട്ട് പോകുന്നത് വെലോസിറ്റി ആൻഡ് സ്പീഡ്, അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്കറിയാം മോഷനെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ വരുന്ന ടേംസുകളാണ് velocity and speed, and also you know that speed can be measured with the speedometer. ഇതെല്ലാം നമുക്കറിയാം. അത് മാത്രമല്ല, നമ്മുടെ ഈ വെലോസിറ്റിയെക്കുറിച്ചും സ്പീഡിനെ കുറിച്ചൊക്കെ നമ്മൾ താഴത്തെ ക്ലാസ്സിൽ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ വെലോസിറ്റിയെക്കുറിച്ചും അതുപോലെ തന്നെ സ്പീഡിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോകാം. ദാറ്റ് ഈസ് ആവറേജ് വെലോസിറ്റി ആൻഡ് ആവറേജ് സ്പീഡ്. ആൻഡ് ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ആവറേജ് വെലോസിറ്റി. വെലോസിറ്റിയെ തന്നെ അവർ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടാണ് നമുക്ക് ഡിസ്കഷൻ പോകുന്നത്. വൺ ഈസ് ആവറേജ് വെലോസിറ്റി, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് പഠിക്കാം. എന്താണ് ഈ ആവറേജ് വെലോസിറ്റി, എന്താണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, എന്താണ് ആവറേജ് സ്പീഡ്, എന്താണ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ആവറേജ് വെലോസിറ്റി. ആൻഡ് ഫോർ സ്റ്റഡിങ് ദ ആവറേജ് വെലോസിറ്റി we are taking the motion of an object along a straight line. That means say x axis. അപ്പോൾ ഈ എക്സ് ആക്സിലൂടെ പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് ഒറിജിൻ നമ്മൾ ഒ എന്ന് അസ്യൂം ചെയ്തു. ഇവിടെ സപ്പോസ് യു ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ദ ആവറേജ് വെലോസിറ്റി ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ. അപ്പോൾ പിക്കും ക്യൂവിനും ഇടയ്ക്കുള്ള ആവറേജ് വെലോസിറ്റി നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ പിയുടെയും ക്യൂവിൻ്റെയും പൊസിഷൻ കോർഡിനേറ്റ്സ് അറിയണം, അതായത് അതിൻ്റെ പൊസിഷൻ അറിയണം. പിയുടെ പൊസിഷൻ x1 ആണ്, വിച്ച് ഇസ് എ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ, ആൻഡ് ക്യൂവിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് x2, വിച്ച് ഇസ് എ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ. ഇനി പിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ടൈമോ t1, ക്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഓബ്ജക്റ്റ് അവിടെ എത്തുന്ന സമയം എന്താക്കി t2 സെക്കൻഡ്സിൽ എത്തുന്നു എന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. എങ്കിൽ വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ? ഫസ്റ്റ് യു ആർ ടേക്കിംഗ് ഡിസ്പ്ലേസ്മെന്റ് between P and Q. Displacement between P and Q. That is, displacement is taken as delta x, which is given by final position minus initial position. So delta x is equal to x2 minus x1. Then what is the total time interval? Total time interval delta t is equal to ഫൈനൽ ടൈം മൈനസ് ഇനിഷ്യൽ ടൈം, ദാറ്റ് ഈസ് t2 മൈനസ് t1. അപ്പോൾ നമുക്ക് എന്തൊക്കെ അറിയാം? പിക്കും ക്യൂവിനും ഇടയ്ക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് അറിയാം, അതുപോലെ തന്നെ ടോട്ടൽ ടൈം ഇന്റർവൽ അറിയാം, അല്ലേ? ദെൻ സപ്പോസ് യു ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം ഇന്റർവൽ. ഈക്വൽ ടു x2 minus x1 divided by t2 minus t1 equal to delta x divided by delta t. Then what is average velocity? Average velocity is a ratio of total displacement and the total time interval in which that motion occurs. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അല്ലേ? അപ്പോൾ ഡിസ്പ്ലേസ്മെന്റിനെ ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, ടൈം ഇന്റർവൽ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആയിരിക്കും, ദാറ്റ് ഈസ് ആവറേജ് വെലോസിറ്റി. ലെറ്റ് us see what are the characteristics of average velocity. Characteristics of average velocity. The first characteristic is that the average velocity may be positive, negative or zero. ആവറേജ് വെലോസിറ്റി ഒന്നുകിൽ പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, അല്ലെങ്കിൽ സീറോ ആകാം. കാരണം ഈ ആവറേജ് വെലോസിറ്റി പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം അല്ല. ഡിസ്പ്ലേസ്മെന്റ് ഏതൊക്കെ ക്യാരക്ടർ ഉണ്ട്? പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, സീറോ ആകാം നമ്മൾ പറയുന്നില്ലേ? അതുകൊണ്ട് തന്നെയാണ് ആവറേജ് വെലോസിറ്റി എന്താകാം? ഇറ്റ് മേ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ. ആൻഡ് ദ സെക്കൻഡ് ക്യാരക്ടർ ഈസ് ദാറ്റ് average velocity is a vector quantity. That means it is a vector quantity.
അല്ലേ? അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് വെലോസിറ്റി എന്താകുന്നത്, വെക്ടർ ക്വാണ്ടിറ്റി ആകുന്നത്. അപ്പം വെലോസിറ്റി ഡയറക്ഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയറക്ഷൻ സെയിം ആയിരിക്കും. ആൻഡ് ദ തേർഡ് ക്യാരക്ടർ ഈസ് ദാറ്റ് ഇറ്റ് ക്യാൻ ബി മെഷേർഡ് ഇൻ, ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം അല്ല, അപ്പം മീറ്റർ ബൈ സെക്കൻഡ് വരും. അപ്പോൾ അതുകൊണ്ട് മീറ്റർ പെർ സെക്കൻഡ് നമുക്ക് ഉപയോഗിക്കാം. ഓർ കുറച്ചുകൂടെ വലിയ യൂണിറ്റ് ഉപയോഗിക്കുന്ന കിലോമീറ്റർ പെർ അവർ. നമ്മൾ സാധാരണ സ്പീഡോമീറ്റർ എന്ന് പറയുന്ന ഉപകരണത്തിലൊക്കെ ഈ വെലോസിറ്റി അല്ല സ്പീഡാണ്, പക്ഷേ അതിൻ്റെ യൂണിറ്റ് ഉപയോഗിക്കുന്നത് കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ വലിയ യൂണിറ്റ് ആണ് കിലോമീറ്റർ പെർ അവർ. സോ ദീസ് ആർ ദ ക്യാരക്ടേഴ്സ് ഓഫ് ആവറേജ് വെലോസിറ്റി. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു പൊസിഷൻ ഗ്രാഫ് ഫോർ സ്റ്റേഷണറി ഓബ്ജക്റ്റ്. അതായത് റെസ്റ്റിൽ നിൽക്കുന്ന ഒരു ഓബ്ജക്റ്റിൻ്റെ പൊസിഷനും ടൈമും ചേർത്തുള്ള ഗ്രാഫാണ് പഠിക്കുന്നത്. ഈ ബോഡിക്ക് അപ്പോൾ എന്ത് കാണത്തില്ല, റെസ്റ്റിലായതുകൊണ്ട് വെലോസിറ്റി കാണത്തില്ല. അതുകൊണ്ട് നമുക്ക് എങ്ങനെയും പറയാം ഇറ്റ് ഈസ് എ ഗ്രാഫ് ഫോർ ആൻ ഓബ്ജക്റ്റ് വിത്ത് സീറോ വെലോസിറ്റി. ഓക്കെ, ആ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഒരു കാറ് സപ്പോസ് ഇറ്റ് ഈസ് ട്രാവലിംഗ് അലോങ് എക്സ് ഡയറക്ഷൻ. ഈ പോകുന്ന പാത്തിൽ, സ്ട്രൈറ്റ് ആയിട്ട് പോകുന്ന ഈ പാത്തിൻ്റെ സൈഡിൽ ഒരു മരമുണ്ട്, അവിടെ ഒരു ട്രീ ഉണ്ട്. അതിൻ്റെ പൊസിഷൻ നമ്മൾ എന്തായിട്ട് എടുക്കുന്നത് ഇറ്റ് ഈസ് ടേക്കൺ ആസ് ഒറിജിൻ. ഈ കാർ പെട്ടെന്ന് കുറച്ച് മുന്നോട്ട് പോയതിനു ശേഷം ഇപ്പം ബ്രേക്ക് ഡൗൺ ആകുകയാണ്. അപ്പോൾ അത് റെസ്റ്റിലായി, സ്റ്റേഷനറി. ഈ സമയത്ത് നമ്മൾ ഈ ട്രീയിൽ നിന്ന് ഈ കാറിൻ്റെ പൊസിഷനിലേക്കുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുമ്പോൾ 40 മീറ്റർ കിട്ടിയാൽ ദാറ്റ് ഈസ് എ പൊസിഷൻ ഓഫ് കാർ വിത്ത് റെസ്പെക്ട് ടു ദ ഒറിജിൻ ഓർ ദ ട്രീ. ശരിയാണല്ലോ, ഇതിൻ്റെ പൊസിഷൻ. അപ്പോൾ സമയം കഴിഞ്ഞാലും അവസ്ഥയിൽ നിന്നായിരിക്കും ഈ കാറ് അതേ പൊസിഷൻ തന്നെ അതിൻ്റെ പൊസിഷൻ കണ്ടിന്യൂ ചെയ്യും, അല്ലേ? അതുകൊണ്ട് അതിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് എങ്ങനെ, ദ പൊസിഷൻ ഈസ് ടേക്കൺ എലോങ് വൈ ഡയറക്ഷൻ ആൻഡ് ദ ടൈം ഈസ് ടേക്കൺ എലോങ് എക്സ് ഡയറക്ഷൻ. ദെൻ ലൊക്കേറ്റ് ദ പൊസിഷൻ. പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ 20 നമുക്ക് എടുക്കാം, ഇവിടെ 40 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടൈം ഇൻ്റർവൽ നമ്മൾ എടുക്കുമ്പോൾ 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്സ്, 4 സെക്കൻഡ്സ്, അങ്ങനെ ടൈമിനെ നമുക്ക് സെക്കൻഡ്സിൽ എടുക്കാം. അതുപോലെ ഡിസ്റ്റൻസ് നമ്മൾ മീറ്ററിൽ എടുക്കുകയാണെങ്കിൽ അത് 0 ടൈം നമ്മൾ ആദ്യം നോക്കുമ്പോൾ കാർ നിൽക്കുന്ന പൊസിഷൻ എത്ര ആയിരിക്കും, 40 മീറ്റർ ആണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് 0 ടൈമിൽ നമ്മൾ 40യുടെ ഭാഗം മാർക്ക് ചെയ്യാം. ആഫ്റ്റർ 1 സെക്കൻഡ് സെയിം പൊസിഷൻ, അപ്പോൾ 1ൻ്റെ നേരെ 40 മാർക്ക് ചെയ്യാം. 2 സെക്കൻഡ് ശേഷം സെയിം പൊസിഷൻ ആയതുകൊണ്ട് സെയിം ലെവലിൽ തന്നെ മാർക്ക് ചെയ്യാം. അപ്പം അങ്ങനെ ഓരോ ടൈമിലും നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഈ മാർക്ക് ചെയ്ത ഈ പോയിന്റ്സുകൾ ചേർത്ത് വരച്ചാൽ യു ആർ ഗെറ്റിംഗ് എ സ്ട്രെയിറ്റ് ലൈൻ. ശരിയല്ലേ? അപ്പോൾ സ്റ്റേഷനറി ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ ക്യാരക്ടർ എന്തായിരിക്കും? ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. അപ്പോൾ നമ്മളിവിടെ അത് വരച്ചിട്ടുണ്ട്. ഈ റെപ്രസെൻറ്റേഷൻസ് ഒന്നും ഇല്ലാതെ ഇത് മതി, ഇതിൻ്റെ ആവശ്യമുള്ളൂ. സോ ദ ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദ ടൈം ആക്സിസ്. Next we are going to position time graph of an object in uniform motion. അപ്പോൾ നമ്മൾ ഇനിയും പൊസിഷൻ ഗ്രാഫ് വരയ്ക്കുന്ന എക്സ് ടി ഗ്രാഫ് വരയ്ക്കുന്നത് ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയ ഓബ്ജക്റ്റ് ഇൻ യൂണിഫോം മോഷൻ. ഓബ്ജക്റ്റ് ഇൻ യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയോടെ ട്രാവൽ ചെയ്യുന്ന ഒരു ബോഡിക്ക് വേണ്ടിയുള്ള എക്സ് ടി ഗ്രാഫാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പം അങ്ങനെ ഒരു ബോഡി യൂണിഫോം മോഷൻ അല്ലെങ്കിൽ ട്രാവലിംഗ് വിത്ത് എ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും? when the body covers equal distance in equal intervals of time. കറക്റ്റ് അല്ലേ? ഇപ്പോൾ ഇവിടെ നോക്കി, ഇത് ഈ ഫിഗറിനകത്ത് കാണുന്ന ബോഡി ഈസ് ട്രാവലിംഗ് എലോങ് എക്സ് ഡയറക്ഷൻ. സോ ദാറ്റ് ദ പൊസിഷൻസ് ആർ 10 മീറ്റർ, 20 മീറ്റർ, 30 മീറ്റർ, 40 മീറ്റർ, 50 മീറ്റർ നമ്മൾ എടുക്കുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബോഡി ഈ പോയിന്റുകൾ എത്തുന്ന ടൈം എങ്ങനെ കൊടുത്തേക്കുന്നത്? 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്സ് എന്നല്ലേ കൊടുത്തേക്കുന്നത്, അല്ലേ? അപ്പം അതുകൊണ്ട് ആദ്യത്തെ 1 സെക്കൻഡിൽ ട്രാവൽ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? ബിറ്റ്വീൻ 0 and 10 ആയിരിക്കും. അപ്പോൾ 10 മീറ്റർ എന്ന് കിട്ടും. ഈ 1 സെക്കൻഡ്സും 2 സെക്കൻഡ്സിൻ്റെ ഇടയ്ക്കുള്ള 1 സെക്കൻഡ് ട്രാവൽ ചെയ്യുമ്പോൾ അപ്പോഴും ഡിസ്റ്റൻസ് എത്ര? 20 - 10, അപ്പോഴും 10 തന്നെയാണ്. അപ്പോൾ പ്രത്യേകത, ഈ മോഷൻ്റെ പ്രത്യേകത എന്താ? ദ ബോഡി കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈം. ഇങ്ങനെയുള്ളൊരു ബോഡിയുടെ മോഷൻ യൂണിഫോം ആണ്. ഈ ബോഡിക്ക് നമുക്ക് പൊസിഷനും ടൈമും ചേർത്ത് നമുക്കൊരു ഗ്രാഫ് വരയ്ക്കണം. യു ആർ ഗോയിങ് ടു ഡ്രോ ദ എസ് ടി ഗ്രാഫ്, അല്ലേ? അപ്പോൾ ഇതിനകത്ത് എസ് ടി ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം അതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. ഹിയർ എക്സ് എടുക്കുക, ഇവിടെ ടൈം എടുക്കും. എക്സ് ഡിവിഷൻസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 0, 10, 20, 30, 40. Time is 1 second, 2 seconds, 3 seconds, 4 seconds, 5 seconds, etc. ഇങ്ങനെ എടുക്കാം. ആദ്യം 0 ടൈമിൽ നമ്മൾ കാണുന്നത് 0 അല്ലേ? സോ ദ ഗ്രാഫ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം ദ ഒറിജിൻ. ദെൻ ആഫ്റ്റർ 1 സെക്കൻഡ് ദ പൊസിഷൻ ഈസ് 10 മീറ്റർ. അപ്പോൾ 1 സെക്കൻഡിന് ശേഷം പൊസിഷൻ വരുന്ന 10 മീറ്റർ ആയതുകൊണ്ട് അവിടെ മാർക്ക് ചെയ്യും.
ആഫ്റ്റർ 2 സെക്കൻഡ്സ് പൊസിഷൻ ഈസ് 20 മീറ്റർ. അപ്പം 2 സെക്കൻഡ്സിൽ നമ്മൾ 20 മീറ്ററിൻ്റെ പൊസിഷനെ മാർക്ക് ചെയ്യാം, ആ ലെവലിൽ മാർക്ക് ചെയ്യാം. പിന്നെ 3 സെക്കൻഡ്സ് കഴിയുമ്പോൾ വരുന്നത് 30 മീറ്റർ അവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ മാർക്ക് ചെയ്ത എല്ലാം കൂടെ ഒന്ന് നമ്മുടെ കണ്ടിന്യൂസ് ലൈൻ വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്ത് then you are getting a straight line അല്ലേ? അത് സ്ലോപ്പിംഗ് അപ്വേർഡ് ആയിരിക്കും, ചരിഞ്ഞ് ബോളോട്ട് നിൽക്കുന്ന ഒരു ഗ്രാഫാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ശരിയല്ലേ? അപ്പോൾ ഇതാണ് നേച്ചർ ഓഫ് ദ ഗ്രാഫ് ഒബ്റ്റെയിൻഡ് വെൻ യു ആർ ഡ്രോയിങ് ദി എസ് ടി ഗ്രാഫ് ഫോർ എ ബോഡി ട്രാവലിംഗ് വിത്ത് എ കോൺസ്റ്റന്റ് വെലോസിറ്റി. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ആവറേജ് വെലോസിറ്റി ഫ്രം എസ് ടി ഗ്രാഫ്. നേരത്തെ നമ്മുടെ ആവറേജ് വെലോസിറ്റി മാത്തമാറ്റിക്കലായിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നമ്മൾ നോക്കി. അവിടെ നമുക്ക് വി ബാർ ഈസ് ഈക്വൽ ടു x2 മൈനസ് x1 ഡിവൈഡ് ബൈ t2 മൈനസ് t1 എന്നോ അല്ലെങ്കിൽ ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഒരു എക്സൈസിൽ മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിൻ്റെ രണ്ട് പൊസിഷൻ ഇടയ്ക്ക് വരുന്ന ആവറേജ് വെലോസിറ്റി ഗ്രാഫിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാം, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി യു ആർ സീയിങ് ദ എക്സ് ടി ഗ്രാഫ് ആൻഡ് ദിസ് കണ്ടിന്യൂസ് ഗ്രാഫ് റെപ്രസെൻറ്റ്സ് ദ പൊസിഷൻ ടൈം ഓഫ് ആൻ ഓബ്ജക്റ്റ് ട്രാവലിംഗ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്. ആ ഗ്രാഫിനകത്ത് നമ്മൾ രണ്ട് പോയിന്റുകൾ ലൊക്കേറ്റ് ചെയ്യുക, P1 P2. ഈ രണ്ട് പോയിന്റുകൾക്ക് ഇടയ്ക്കുള്ള ആവറേജ് വെലോസിറ്റിയാണ് നമുക്ക് വേണ്ടത് അല്ലേ? അപ്പോൾ P1 കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന പൊസിഷൻ കോർഡിനേറ്റ് x1 ആയിരിക്കും, അതിൻ്റെ ടൈമോ t1 സെക്കൻഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. P2 കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന പൊസിഷൻ x2 മീറ്റർ ആണ്, അതിൻ്റെ ടൈം എത്ര ആയിരിക്കും? ദാറ്റ് ഈസ് t2 സെക്കൻഡ്സ്. ദെൻ ഹൗ ക്യാൻ യു ഫൈൻഡ് ഔട്ട് ദ ആവറേജ് വെലോസിറ്റി? The expression for the average velocity v bar is equal to x2 minus x1 divided by t2 minus t1. Here x2 minus x1 എന്ന് പറയുന്നത് x2 എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് ആണ്, x1 എന്ന് പറഞ്ഞാൽ ഒറിജിനിലേക്ക് ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ? അപ്പോൾ x2 minus x പറഞ്ഞ ചേഞ്ച് ഇൻ വൈ കോർഡിനേറ്റ് പൊസിഷനിൽ വരുന്ന വ്യത്യാസമാണത്. അതുകൊണ്ട് ദിസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വൈ കോഓർഡിനേറ്റ് ഡിവൈഡഡ് ബൈ t2 മൈനസ് t1 എന്ന് പറഞ്ഞ ടൈമിൻ്റെ ആക്സസ് അല്ലേ? അപ്പോൾ ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ്. അപ്പോൾ നമുക്കറിയാം ചേഞ്ച് ഇൻ വൈ കോർഡിനേറ്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ എസ് കോർഡിനേറ്റ് എപ്പോഴും സ്ലോപ്പ് ആയിരിക്കും ഗ്രാഫിൻ്റെ. ഇറ്റ് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ബിറ്റ്വീൻ P1 and P2. So what is the character of ST graph? What is the significance of ST graph? From the ST graph you can find out the slope, and this slope gives a value of average velocity. Next we are going to position time graph for object moving with the positive velocity. അതായത് വെലോസിറ്റി പോസിറ്റീവ് ആയിട്ട് വരുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ എക്സ് ടി ഗ്രാഫ് എങ്ങനെയാണ്, പൊസിഷൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും അല്ലേ? അപ്പോൾ അതിനുവേണ്ടി ഉള്ള ഗ്രാഫായി വരച്ചിരിക്കുന്നത് ആ പൊസിഷൻ ഗ്രാഫിൻ്റെ പ്രത്യേകത പറഞ്ഞ് ഇറ്റ് ഈസ് സ്ലോപ്പിംഗ് അപ്വേർഡ്സ് ആയിരിക്കും. അപ്പോൾ അതെങ്ങനെ കിട്ടും നമുക്ക് നോക്കാം. സപ്പോസ് എ ബോഡി ഈസ് ട്രാവലിംഗ് അലോങ് ദ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. ഇങ്ങോട്ട് പോകുകയാണെങ്കിൽ വെലോസിറ്റി പോസിറ്റീവ് ആയിരിക്കും, അങ്ങോട്ട് പോവാം. അതാണ് പോസിറ്റീവ് വെലോസിറ്റി ഡയറക്ഷൻ. ഇപ്പം സീറോ ടൈമിൽ അതിവിടെ നിൽക്കുന്ന ഒറിജിനിലാണ്, അപ്പം നമ്മളത് മാർക്ക് ചെയ്തു, സീറോ ടൈമിലെ പൊസിഷൻ മാർക്ക് ചെയ്തു. ആഫ്റ്റർ 1 സെക്കൻഡ് ദ പൊസിഷൻ ഈസ് 10 മീറ്റർ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 1 സെക്കൻഡ് നേരെ 10 മാർക്ക് ചെയ്താൽ പോരെ? 10 മാർക്ക് ചെയ്താൽ ഇങ്ങനെ നമുക്കുണ്ട്, കണ്ടോ? Then after 2 seconds the position is 20. Then after 3 seconds the position is 30. So what happens here? As time goes on the position increases ആയിരിക്കും, പൊസിഷൻ്റെ വാല്യൂ കൂടി വരികയാണ്. നെക്സ്റ്റ് ഈസ് ST graph for object with a negative velocity. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട് പോസിറ്റീവ് വെലോസിറ്റി വരുന്ന ഒരു ഓബ്ജക്റ്റിൻ്റെ എക്സ് ടി ഗ്രാഫ് സ്ലോപ്പിംഗ് അപ്വേർഡ് ആണെങ്കിൽ ഇതിൻ്റെ സ്ലോപ്പിംഗ് ഡൗൺവേർഡ് ആയിരിക്കും. ഈ സമയത്ത് നെഗറ്റീവ് വെലോസിറ്റി വരാൻ വേണ്ടി ബോഡി ട്രാവലിംഗ് കിടന്നത് നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ. അപ്പോൾ സീറോ ടൈമിൽ അത് നിൽക്കുന്നത് 40 മീറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ സീറോ ടൈമിൽ 40 മീറ്ററാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് 1 സെക്കൻഡ് കഴിയുമ്പോൾ ദിസ് റീച്ചിങ് ദ ഡിസ്റ്റൻസ് 30. അപ്പോൾ ഇവിടെ 40 മീറ്റർ ഉണ്ട് സീറോ ടൈമിൽ.
ഇവിടെ നമുക്ക് കിട്ടുന്ന 1 സെക്കൻഡ്, ദെൻ 2 സെക്കൻഡ്സ്, 3 സെക്കൻഡ്സ് ഇങ്ങനെ പോകുമല്ലേ. പിന്നെ ഡിസ്റ്റൻസ് വരും. അപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ 0 ടൈമിൽ ഇതിൻ്റെ മാർക്കിംഗ് വരുന്നത് എവിടെയായിരിക്കും? ദറ്റ് ഈസ് അറ്റ് 40. ആഫ്റ്റർ 1 സെക്കൻഡ് അതിൻ്റെ മാർക്കിംഗ് വരുന്നത് 30 വരും. 1 സെക്കൻഡ് കഴിയുമ്പോൾ 30 വരത്തില്ലേ. 2 സെക്കൻഡ്സ് കഴിയുമ്പോൾ അതിൻ്റെ മാർക്കിംഗ് പോകുന്നത് 20 വരും. അതായത് 1 സെക്കൻഡ് 2 സെക്കൻഡ്സിന് ശേഷം ഇത് വരുന്നത് 40, 30, 20 വരത്തില്ല. അപ്പം as time goes on, what happens here? The value of the position coordinate decreases. Next is average speed. Average speed may be defined as the ratio of total path length and total interval of time. ടോട്ടൽ പാത്ത് ലെങ്തിൻ്റെയും ടോട്ടൽ ഇൻ്റർവൽ ഓഫ് ടൈമിൻ്റെയും റേഷ്യോ ആണ് ശരിക്കും ആവറേജ് സ്പീഡ്. അപ്പോൾ നമുക്ക് ആവറേജ് സ്പീഡ് എങ്ങനെ എഴുതാമെന്ന് നോക്കി. ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ പാത്ത് ലെങ്ത് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ഇൻ്റർവൽ. അപ്പോൾ ടോട്ടൽ പാത്ത് ലെങ്തിനെ ടോട്ടൽ ടൈം ഇൻ്റർവൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? യു ആർ ഗെറ്റിംഗ് ദ ആവറേജ് സ്പീഡ്. ഫോർ എക്സാമ്പിൾ, യു ആർ ടേക്കിംഗ് ദ മോഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി അലോങ് ഡിഫറെൻറ്റ് പാത്ത് 1 and 2 അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആദ്യം ആവറേജ് സ്പീഡ് അലോങ് പാത്ത് 1, ആവറേജ് സ്പീഡ് അലോങ് ദ പാത്ത് 1 that is equal to, അപ്പോൾ അവിടെ ടോട്ടൽ പാത്ത് ലെങ്ത് വരുന്ന എത്രയ്ക്കും? ടോട്ടൽ പാത്ത് ലെങ്ത് ബൈ ടോട്ടൽ ടൈം അല്ലേ. അപ്പോൾ 40 മിനിറ്റ് എടുക്കുക. 40. അപ്പോൾ എയിൽ നിന്ന് ആ പാത്തിൽ കൂടി പോകാൻ ബിയിൽ എത്താണ്ടിരിക്കുന്ന സമയം 2 സെക്കൻഡ്സ് ആണെങ്കിൽ നമുക്ക് 2 എന്ന് കൊടുക്കാം. സോ ദിസ് ഈസ് 20 മീറ്റർ പെർ സെക്കൻഡ് ഇസ് എ സ്പീഡ് അലോങ് ദ പാത്ത് 1, ആവറേജ് സ്പീഡ്. ദെൻ ഇഫ് ഇറ്റ് ഈസ് ട്രാവലിംഗ് ഫ്രം എ ടു ബി അലോങ് ദ സ്ട്രൈറ്റ് പാത്ത് 2-ൽ കൂടിയാണ് പോകുന്നതെങ്കിൽ ആവറേജ് സ്പീഡ് നമുക്ക് നോക്കാം. ആവറേജ് സ്പീഡ് അലോങ് പാത്ത് 2 നോക്കുകയാണെങ്കിൽ അവിടുത്തെ പാത്ത് ലെങ്ത് വരുന്നത് 20 മീറ്റർ. അപ്പോൾ 20 ഡിവൈഡ് ബൈ അവിടെ സെയിം ടൈം തന്നെ എടുക്കുകയാണെങ്കിൽ താഴെ 2 എന്ന് കൊടുക്കുക. സോ ദിസ് ഈസ് 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമ്മൾ കണ്ടില്ല ഓരോ പാത്തിനും സ്പീഡിന് വ്യത്യാസം വരുന്നുണ്ട്. അങ്ങനെ വ്യത്യാസം വരും. ഇനി അതുപോലെ തന്നെ എ ടു ബി ഡയറക്ഷനിലുള്ള ആവറേജ് വെലോസിറ്റി എടുക്കുകയാണെങ്കിലോ, ആ വെലോസിറ്റി എടുക്കുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് 20 മീറ്റർ ആയിരിക്കും. 20/2 സെയിം ടൈം തന്നെ എടുക്കുക. 2 തന്നെ എടുക്കുക ടൈമായിട്ട്. സോ ദിസ് വാല്യൂ ഈസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് ഫ്രം എ ടു ബി. അപ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് പാത്തിലെ ആവറേജ് സ്പീഡ് കണ്ടുപിടിച്ച് അത് സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്, മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. ഈ സ്ട്രെയിറ്റ് പാത്തിലെ ആവറേജ് വെലോസിറ്റി നോക്കുമ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ് ഫ്രം എ ടു ബി. അവിടെ മാഗ്നിറ്റ്യൂഡ് വേണം, ഡയറക്ഷൻ. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ശ്രദ്ധിച്ച് നോക്കിയും. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്പീഡ്, ആവറേജ് സ്പീഡ് ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ആവറേജ് വെലോസിറ്റി ഈക്വൽ ആകുന്ന എപ്പോഴായിരിക്കും? വെൻ ദ ബോഡി ട്രാവൽ ബിറ്റ്വീൻ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ് അലോങ് എ സ്ട്രെയിറ്റ് പാത്ത് അല്ലേ. മറ്റുള്ള പാത്തുകളാണെങ്കിൽ പ്രത്യേകത എന്തായിരിക്കും? ആവറേജ് സ്പീഡ് ഈസ് ഗ്രേറ്റർ ദാൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആവറേജ് വെലോസിറ്റി. ഓക്കെ, നെക്സ്റ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്പീഡ്. സ്പീഡിൻ്റെ ചില ക്യാരക്ടേഴ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് സ്പീഡ് ഈസ് എ സ്കാലാർ ക്വാണ്ടിറ്റി. അതിനെ സ്പെസിഫൈ ചെയ്യുമ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രം മതി, ഡയറക്ഷൻ്റെ ആവശ്യം വരുന്നില്ല. സോ ഇറ്റ് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. ആൻഡ് ദ സെക്കൻഡ് പ്രോപ്പർട്ടി ഈസ് ദാറ്റ് ഇറ്റ് ഈസ് a positive quantity. Third property, it can be measured velocity പോലെ തന്നെ meter per second or kilometer per hour. ഈ യൂണിറ്റിൽ മെഷർ ചെയ്യാം. These are the important characters of speed. Next is instantaneous velocity. And for studying the instantaneous velocity, we can take this example in which a car is moving along x direction. അപ്പോൾ ഈ എക്സൈസിൽ മൂവ് ചെയ്യുന്ന കാറ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് O ആണ്. അത് ഞാൻ ട്രാവൽ ചെയ്യുന്ന ഒരു കാറാണെന്ന് വിചാരിക്കും. ഈ കാറ് ഈ റോഡിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു ട്രീ കാണും. അപ്പോൾ ഈ ട്രീയുടെ അവിടെ കാർ എത്തുന്ന സമയത്ത് 10 AM ആയി എന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് ഒരു പൊസിഷൻ ഉണ്ട്.
അത് ട്രീയുടെ പൊസിഷനാണ്. 10 AM ഒരു സമയമാണ്, ശരിയല്ലേ? അപ്പോൾ അവർ ചോദിക്കുകയാണ്, അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, അതായത് 10 AM ആകുന്ന സമയത്ത് സാറിൻ്റെ കാറിന് എത്ര സ്പീഡുണ്ട്, അല്ലെങ്കിൽ ഈ ട്രീയില്ലേ അതിൻ്റെ പൊസിഷൻ എത്തുന്ന സമയത്ത് കാറിന് എത്ര സ്പീഡുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആ ചോദിക്കുന്ന സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താക്കി, ദാറ്റ് ഈസ് ദ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്താ? ഇറ്റ് ഈസ് ദ വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ഇറ്റ്സ് മോഷൻ. അപ്പോൾ ഇത് ഇനിഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലേക്ക് പോകുന്നതിനിടയ്ക്ക് ഏത് ഇൻസ്റ്റന്റിലെ വെലോസിറ്റി ചോദിച്ചാലും അത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആയിരിക്കും. then how can you find out the instantaneous velocity? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഏത് ഇൻസ്റ്റന്റ് ആണ് സ്പെസിഫൈ ചെയ്യുന്നത്, ഇവിടെ 10 AM ആണ് സ്പെസിഫൈ ചെയ്തത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സ്മോൾ ഇൻ്റർവൽ ഓഫ് ടൈം എടുക്കുക, ദാറ്റ് ഈസ് ഡെൽറ്റ ടി. ഡെൽറ്റ ടിയുടെ പ്രത്യേകത സ്മോൾ അല്ലേ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഡെൽറ്റ ടി ടെൻസ് ടു 0. ഇപ്പം നമ്മൾ എക്സാമ്പിൾ ഈ 10 AM കറസ്പോണ്ടിങ് ആയിട്ട് ഒരു 0.0001 സെക്കൻഡ്സ് എടുക്കാമെന്ന് വെച്ചു. അപ്പം സമയം തീരെ ചെറുതല്ലേ, അപ്പം അതിനെ നമുക്ക് നിയർലി 0 ആയിട്ട് വരുന്ന ഒരു ടൈമായിട്ട് എടുക്കാൻ കഴിയും. ആ ടൈമിനുള്ളിൽ ഹൗ മച്ച് ഇസ് ദ കാർ മൂവ്സ്, അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര നോക്കുക. ആ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് എത്ര എടുക്കാം, ദാറ്റ് ഈസ് ഡെൽറ്റ എക്സ്. ഈ ഒരു കോൺസെപ്റ്റിൽ അതായത് ഈ ഇൻസ്റ്റന്റ് കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കുന്ന ടൈമും സ്മോൾ ആണ്, അപ്പോൾ നമുക്ക് കിട്ടുന്ന ഡിസ്പ്ലേസ്മെൻറ്റും സ്മോൾ ആയിരിക്കത്തില്ല. ഇതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കുക, ബിക്കോസ് വെലോസിറ്റി ഇസ് ആ റേഷ്യോ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ടൈം ടേക്കൺ. അപ്പം ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എടുത്താൽ ദിസ് വാല്യൂ ഗീവ്സ് ദ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ദാറ്റ് മീൻസ് വെലോസിറ്റി കറസ്പോണ്ടിങ് ടു ഇൻസ്റ്റന്റ് 10 AM ആയിരിക്കും. അപ്പം അതുകൊണ്ട് ഇവിടെ സമയം തീരെ ചെറുതാണെന്ന് അറിയാൻ വേണ്ടി ഇതിന് തൊട്ട് മുന്നിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ലിമിറ്റ് എന്ന് കാണിച്ചിട്ട് താഴെ ഡെൽറ്റ ടി ടെൻസ് ടു 0. And this is a representation of instantaneous velocity. Since delta x and delta t are very small, in calculus form we can write the instantaneous velocity as dx divided by dt. Hence instantaneous velocity can be defined as the limiting value of the average velocity in which the time interval is very small corresponding to that instant. Next is instantaneous speed. Instantaneous speed means it is the speed of an object at an instant of its motion. അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഇൻസ്റ്റന്റിലെ സ്പീഡ് അതിൻ്റെ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാല്യൂ ആയിരിക്കും, ദാറ്റ് ഇസ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. ആൻഡ് വി ക്യാൻ സേ ദാറ്റ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് ഈസ് ഓൾവേസ് ഈക്വൽ ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി അറ്റ് ആൻ ഇൻസ്റ്റന്റ്. അപ്പോൾ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഏതെങ്കിലും ഇൻസ്റ്റന്റിലെ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ആ പോയിന്റിലെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിന് തുല്യമായിരിക്കും. അതുകൊണ്ട് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് നമുക്ക് എങ്ങനെ എടുക്കാം, ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി at that instant. So it can be written as modulus of limit delta t tends to 0 delta x by delta t equal to modulus of dx divided by dt. Next we are going to comparison of velocity and speed. ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്ന വെലോസിറ്റി ആ കോളത്തിൽ സ്പീഡാണ് കൊടുത്തേക്കുന്നത്. അതായത് വെലോസിറ്റിയുടെ ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി, ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ, വെയർ ആസ് സ്പീഡ് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. ആൻഡ് ദ സെക്കൻഡ് ക്യാരക്ടർ ഈസ് ദാറ്റ് വെലോസിറ്റി മേ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ. വെലോസിറ്റി പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, സീറോ ആകാം. പക്ഷേ സ്പീഡ് ഈസ് പോസിറ്റീവ് ഓർ സീറോ. ആ പോസിറ്റീവ് നെഗറ്റീവ് ആകില്ല ഒരിക്കലും, അത് പോസിറ്റീവ് അല്ലെങ്കിൽ സീറോ ആകാം. പിന്നെ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു സ്പീഡ്. അതായത് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് സ്പീഡിന് ഈക്വലായിട്ട് മാറുന്ന എപ്പോൾ മാത്രമേ ഉള്ളൂ, വെൻ ദ ബോഡി ട്രാവൽസ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ബിറ്റ്വീൻ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്. അപ്പോൾ ഇനിഷ്യൽ പോയിന്റ് ഫൈനൽ പോയിന്റുമായിട്ട് ഷോർട്ടസ്റ്റ് പാത്ത് ഫോളോ ചെയ്യുക അല്ലെങ്കിൽ സ്ട്രെയിറ്റ് പാത്ത് ഫോളോ ചെയ്താൽ ആ ബോഡിയുടെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും അതിൻ്റെ സ്പീഡും രണ്ടും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. പക്ഷേ സ്പീഡിൻ്റെ പ്രത്യേകത നോക്കി, അതായത് സ്പീഡ് ഓരോ പാത്ത് സെലക്ട് ചെയ്യുന്നതനുസരിച്ച് സ്പീഡ് മേ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി. ചിലപ്പോൾ സ്പീഡ് വെലോസിറ്റി മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആകാൻ സ്ട്രെയിറ്റ് പാത്തിൽ കൂടി പോകുകയാണെങ്കിൽ, മറ്റുള്ള പാത്താണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ the speed is greater than the magnitude of velocity. ഇനി
വെലോസിറ്റി മെഷർ ചെയ്യുന്നത് മീറ്റർ പെർ സെക്കൻഡിലാണ് അല്ലെങ്കിൽ കിലോമീറ്റർ പെർ അവറിലായിരിക്കും. അതേപോലെ തന്നെ സ്പീഡിനെ മെഷർ ചെയ്യുന്നതും ഇതിൽ തന്നെയാണ്. ഇറ്റ് ഈസ് ഇൻ മീറ്റർ പെർ സെക്കൻഡ് ഓർ കിലോമീറ്റർ പെർ അവർ. ഓക്കെ, അപ്പം നമ്മുടെ ക്ലാസ് നമ്മളിവിടെ എന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.